ബാബ ഇന്ന് കുട്ടികളായ നമ്മളെ ജ്ഞാനമഴ പൊഴിക്കുന്ന മഴമേഘങ്ങളോട് ഉപമിക്കുന്നു. ജ്ഞാനമഴ പൊഴിച്ച് ചെടികളെ റിഫ്രഷാക്കുവാൻ പറയുന്നു. ജ്ഞാനത്തിന്റെ സാഗരമായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 11/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ നേടണമെങ്കിൽ സർവീസബിൾ ആകൂ. ബുദ്ധിയിൽ ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ വർഷിക്കൂ. ചോദ്യം: ഏതൊരു ലഹരി നിറഞ്ഞിരിക്കുന്ന മേഘങ്ങളെയും പറപ്പിച്ചു കൊണ്ടുപോകുന്നു, പെയ്യാൻ അനുവദിക്കുന്നില്ല? ഉത്തരം: അഥവാ വ്യർത്ഥമായ ദേഹാഭിമാനത്തിൻ്റെ ലഹരി വന്നുവെങ്കിൽ നിറഞ്ഞ മേഘങ്ങളെയും പറപ്പിക്കും. പെയ്താൽ തന്നെയും സർവീസിന് പകരം ഡിസ്സർവീസ് ചെയ്യും. അഥവാ ബാബയോട് സ്നേഹമില്ല, ആ ഒന്നിനോട് യോഗമില്ല എങ്കിൽ ജ്ഞാനമുണ്ടായിട്ടും ഒഴിഞ്ഞതുപോലെയാണ്. ഇങ്ങനെയുള്ള ഒഴിഞ്ഞ മേഘങ്ങൾ അനേകരുടെ മംഗളം എങ്ങനെ ചെയ്യും? ഓം ശാന്തി. ബാക്കി കുറച്ച് മേഘങ്ങളാണ് അവശേഷിക്കുന്നത്. മഴ കുറയുമ്പോൾ സാഗരത്തിന് മുകളിൽ മേഘങ്ങൾ ഉണ്ടാകില്ല, തണുത്തു പോകുന്നു. അതുപോലെ ഇവിടെയും തണുത്തു പോകുന്നു. ആരാണോ റിഫ്രഷായി പോയി മഴ പെയ്യിക്കുന്നത് അവരെയാണ് മേഘം എന്ന് പറയുന്നത്. അഥവാ ആരെങ്കിലും മഴ പെയ്യിക്കുന്നില്ല എങ്കിൽ അവരെ മേഘം എന്ന് പറയില്ല. ഇതാണ് ജ്ഞാനമേഘം, അതാണ് ജലത്തിൻ്റെ മേഘം. ജ്ഞാനത്തിൻ്റെ മേഘം വരുന്നത് സീസൺ ആകുമ്പോഴാണ്. റിഫ്രഷായി പോയി മറ്റുള്ളവരെയും റിഫ്രഷ് ആക്കുന്നു. മേഘങ്ങളും നമ്പർ വൈസാണ്. ചിലതാണെങ്കിൽ വളരെ ശക്തമായി പെയ്യുന്നു. മേഘങ്ങളുടെ ജോലി തന്നെ മഴ പൊഴിക്കുകയും വാടിപ്പോയ ചെടികളെ റിഫ്രഷ് ആക്കുകയും ചെയ്യുകയാണ്. ആരിലാണോ പൂർണ്ണമായും ജ്ഞാനമുള്ളത് അവർ മറഞ്ഞിരിക്കില്ല. അവർക്ക് ബാബയുടെ ഡയറക്ഷനും വേണ്ടതില്ല. മേഘം തന്നെയാണ് വരുന്നത്, തന്നെ നിറച്ച മഴ പൊഴിക്കുന്നതിന് വേണ്ടിയാണ്. എവിടെ നോക്കിയാലും ഊഷരഭൂമിയാണ്. അവിടെ പോയി പച്ചപ്പ് ഉണ്ടാക്കണം. മഹാരഥികളായ കുട്ടികൾ എല്ലാ സെൻറ്റേഴ്സിനെയും നല്ല രീതിയിൽ അറിയുന്നു. ഏതൊരു സെൻറ്ററാണ് തണുത്തിരിക്കുന്നത്, ഏത് സെൻറ്റേഴ്സിലെ കുട്ടികൾക്കാണ് കൂടുതൽ കൊടുങ്കാറ്റ് വരുന്നത്. മഹാരഥിയും സർവീസബിളുമായ അവർ നല്ല രീതിയിൽ അറിയുന്നു. ബാബയും എപ്പോഴും പറയുന്നു, സർവീസബിളായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ നൽകണം. നല്ല നല്ല മേഘങ്ങൾ സർവീസിനായി പോകും. എക്സിബിഷനിലും എല്ലാവരും ഏകരസമായല്ല മനസ്സിലാക്കിക്കുന്നത്. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. ഗീതയുടെ ഭഗവാൻ നിരാകാരനായ പരംപിത പരമാത്മാവാണ്, അല്ലാതെ സാകാരി ശ്രീകൃഷ്ണനല്ല. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ വളരെ നല്ല രീതിയും ആവശ്യമാണ്. എല്ലാവരെയും പോയി ഉണർത്തട്ടെ എന്ന ചിന്ത മുഴുവൻ ദിവസവും ഉണ്ടായിരിക്കണം. എല്ലാവരും ഘോര അന്ധകാരത്തിൽ കിടക്കുകയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കൂ. 2 അച്ഛനുണ്ട്. ഒന്ന് പരിധിയുള്ളത്, രണ്ടാമത്തേത് പരിധിയില്ലാത്തത്. പരിധിയില്ലാത്ത ബാബയെ തന്നെയാണ് പതീത പാവനൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബുദ്ധി ലഭിച്ചു. ലോകത്തുള്ള മനുഷ്യർ കാഴ്ചയിൽ മോടിയുള്ളവരാണ്, എന്നാൽ കല്ല് ബുദ്ധിയാണ്. ബാബ സ്വയം പറയുന്നു, ഈ സന്യാസിമാർ എന്ന പേരുള്ളവരെയും എനിക്ക് തന്നെ ഉദ്ധരിക്കേണ്ടതുണ്ട്. അവരും രചയിതാവിനെയും രചനയെയും അറിയുന്നില്ല. സത്യയുഗം മുതൽ പിന്നെ ഈ ജ്ഞാനം പ്രായേണ ലോപിക്കുന്നു. എന്നാൽ ഇത് ആർക്കും അറിയില്ല. ശാസ്ത്രങ്ങളിൽ ഈ ജ്ഞാനമില്ല. അവയിലൂടെ ആരുടെയും സദ്ഗതി ഉണ്ടാവുക സാധ്യമല്ല. ഗീതയ്ക്ക് എത്ര മാന്യതയുണ്ട്, എന്നാൽ അതാകട്ടെ ഭക്തിമാർഗമാണ്. ബാബ പതീത പാവനാണ്. ബാബ ഇരുന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായും രാജപദത്തിനു വേണ്ടി
പുതിയ ലോകം ആവശ്യമാണ്. ബാബ തന്നെ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ഇതും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ആരെ കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ അവരെ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിക്കും, പിന്നെ മനസ്സിലാകും. ഈ യുദ്ധം എപ്പോഴും തുടർന്നു വരുന്നതും 8-10 വർഷം നടന്ന് പിന്നെ അവസാനിക്കുകയും ചെയ്യുന്നതല്ല. ഡ്രാമയനുസരിച്ച് തയ്യാറായിരിക്കുന്ന ബോംബുകൾ വെറുതെ വെക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. പതീത മനുഷ്യരുടെ മൃത്യു ഉണ്ടാകാതെ സത്യുഗം വരില്ല. ശാന്തി എങ്ങനെ സ്ഥാപിതമാകും? ഇത് മനസ്സിലാക്കിക്കേണ്ടി വരും. ശാന്തി സ്ഥാപിക്കുന്നത് അഥവാ ശ്രേഷ്ഠാചാരി ലോകം ഉണ്ടാക്കുന്നത് ഒരു ബാബയുടെ തന്നെ കാര്യമാണ്. ബാബ പറയുന്നു, മറ്റ് കൂട്ടുമായി ബുദ്ധിയുടെ യോഗം വേർപെടുത്തി ഒരു കൂട്ടുകെട്ടുമായി യോജിപ്പിക്കണം. ദേഹസഹിതം എന്തെല്ലാം കാണപ്പെടുന്നുവോ അവയെല്ലാത്തിൽ നിന്നും വേർപെടുത്തണം. ഇപ്പോൾ നമുക്ക് തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ വീടിനെ തന്നെ ഓർമ്മിക്കണം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് മൃത്യുലോകമാണ്. നമ്മൾ അമരലോകത്തിലേക്ക് പോകുന്നതിനായി അമരകഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ദേവതമാരെ പറയുന്നത് ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യർ എന്നാണ്. ഇവിടെയാണെങ്കിൽ ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. കൃഷ്ണനെ കുറിച്ചും എത്ര അപകീർത്തി എഴുതിയിരിക്കുന്നു. ഒന്നും തന്നെ ബുദ്ധിയിൽ വരുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. ദൈവിക ഗുണം ധാരണ ചെയ്യണം. ദൈവിക ഗുണം എന്ന് ഏതിനെയാണ് പറയുന്നത് അതും മനസ്സിലാക്കിച്ചു തന്നു. സമ്പൂർണ്ണ നിർവികാരി തീർച്ചയായും ആകേണ്ടതുണ്ട്. ഇതാണ് മുഖ്യമായ ആദ്യത്തെ ഗുണം. എവിടെയെല്ലാം നിങ്ങൾ നോക്കിയാലും പവിത്രതയ്ക്ക് മുന്നിൽ അപവിത്രമായവർ ശിരസ് നമിക്കുന്നു. സത്യയുഗത്തിൽ പവിത്രം തന്നെയാണ്. അപ്പോൾ അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കില്ല. പിന്നെ എപ്പോഴാണോ പൂജാരിയാകുന്നത് അപ്പോൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. ആരാണോ പാവനമായിരുന്നത് അവർ തന്നെ പതീതമാകുന്നു. ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ബാബു പറയുന്നു, ഈ പഴയ ലോകത്തെയും പഴയ ശരീരത്തെയും മറക്കണം. ഈ പഴയ ലോകം ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. ഇത് സമാപ്തമാകുന്നതിന് സമയമെടുക്കില്ല. ഈ പഴയ ലോകവും ധന സമ്പത്ത് വസ്തുവകകൾ എല്ലാം ഇതാ പോയി കഴിഞ്ഞു. അല്പം ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഈ പഴയ ലോകം ഇല്ലാതാകും എന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല. നിങ്ങൾ കേൾപ്പിക്കുന്നു, പക്ഷേ വിശ്വാസം വന്നാലല്ലേ. ഭഗവാൻ ഉവാച, എപ്പോൾ മനസ്സിലാക്കുമോ അപ്പോൾ ബുദ്ധിയിലിരിക്കട്ടെ. ബാബ കുട്ടികളായ നിങ്ങളോട് പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. കുട്ടികൾക്കറിയാം, പരിധിയില്ലാത്ത ബാബ നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നു. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. സർവരും ബ്രദേഴ്സാണ്. സ്വർഗത്തിൽ എല്ലാ ബ്രദേഴ്സും സുഖമുള്ളവരായിരുന്നു. കലിയുഗത്തിൽ എല്ലാ ബ്രദേഴ്സും ദുഃഖിതരാണ്. എല്ലാ ആത്മാക്കളും നരകവാസികളാണ്. ആത്മാവ് മാത്രമല്ലല്ലോ ഉണ്ടായിരിക്കുക, ശരീരവും വേണമല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. ഇതിൽ തന്നെയാണ് പ്രയത്നം. ചിറ്റമ്മയുടെ വീടല്ല. ഈ അവസ്ഥ ഉറച്ചതാകുന്നത് ആദ്യം പരംപിത പരമാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു എന്ന നിശ്ചയം ഉണ്ടാകുമ്പോഴാണ്. ശിവബാബ വരുന്നത് തന്നെ ഈ ശരീരത്തിലൂടെ പഠിപ്പിക്കാനാണ്. നമ്മളും ശരീരത്തിലൂടെ കേൾക്കുന്നു, ധാരണ ചെയ്യുന്നു. സംസ്കാരങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് ധാരണ ചെയ്യുന്നത്. ബാബ യുദ്ധം ചെയ്യുന്നവരുടെ ഉദാഹരണം നൽകുന്നു. യുദ്ധത്തിന്റെ സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ വീണ്ടും അതിൽ തന്നെ വരുന്നു. ഇപ്പോൾ ബാബയുടെ സംസ്കാരങ്ങളുടെയും അറിവ് നിങ്ങൾക്കുണ്ട്. നിരാകാരനായ പരിധിയില്ലാത്ത ബാബയിൽ എന്ത് സംസ്കാരമാണ് ഉള്ളതെന്ന്. ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. പതീത പാവനാണ്, ജ്ഞാനത്തിന്റെ സാഗരമാണ്. ആ ഒന്ന് വന്ന് പാവനമാക്കി മാറ്റും. ബാബ പറയുന്നു,
എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മം വിനാശമാകും. ഇല്ലെങ്കിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പദവി ഒന്നും തന്നെ ലഭിക്കില്ല. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്. ബാബ നമുക്ക് സഹജമായ വഴി പറഞ്ഞു തരുന്നു. പറയുന്നു, മന്മനാഭവ. ഈ വാക്കും ഗീതയിലുണ്ട്, എന്നാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹസഹിതം ദേഹത്തിന്റെ സർവധർമ്മങ്ങളും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാവായ എന്നെ ഓർമ്മിക്കൂ. ഓർമ്മയെ തന്നെയാണ് യോഗ അഗ്നി എന്ന് പറയുന്നത്. യോഗം എന്നത് കോമൺ വാക്കാണ്, ഗീതയിലും ഉണ്ട്. എന്നാൽ കേവലം കൃഷ്ണന്റെ നാമം വെക്കുന്നതിലൂടെ ഘോര അന്ധകാരം ആക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ പറയുന്നു, ഇത് നിങ്ങളുടെ കൽപ്പനയാണ്. ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അവർക്ക് സമ്പത്ത് നേടേണ്ടതേ ഇല്ല. ആദ്യം ഇത് മനസ്സിലാക്കണം. ഈ പരിധിയില്ലാത്ത ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ആ ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഉറച്ച നിശ്ചയം ആവശ്യമാണ്. പുതിയ വ്യക്തികൾക്ക് നിശ്ചയം വരിക എന്നത് അസംഭവ്യമാണ്. ചില പുതിയവരും സെൻസിബിൾ ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കുന്നു. ചിലരാണെങ്കിൽ ഇവിടെ വരാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അല്പം പോലും ബുദ്ധിയിൽ വരുന്നില്ല. ഇത്ര അനേകം കേസ് ഉണ്ട്. തീർച്ചയായും ഇവർക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിച്ചിട്ടുണ്ടാകും. അത് ഫാമിലിയായി. പേര് തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മകുമാർ കുമാരിമാർ എന്നാണ്. അപ്പോൾ ഫാമിലി ആയല്ലോ. പ്രജാപിത ബ്രഹ്മാവിൻ്റെ ഫാമിലി എത്ര വലുതാണ്. എന്നാൽ ഈ കാര്യം ആരുടെയും ബുദ്ധിയിൽ വരിക സാധ്യമല്ല. താങ്കളുടെ എയിം ഓബ്ജക്റ്റ് എന്താണ് എന്നാരെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ പറയൂ, പുറത്ത് ബോർഡിൽ എഴുതിയിട്ടുണ്ട് പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ. അപ്പോൾ ഫാമിലിയായി. മുത്തച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ ശിവബാബ രചന രചിക്കുന്നു. അപ്പോൾ അത് ക്രിയേറ്ററായി സ്വർഗം രചിക്കുന്നു. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകും. അപ്പോൾ ഇത് ഫാമിലി ആയില്ലേ. അച്ഛൻ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ദാദ. ബ്രഹ്മാവുമുണ്ട്, ശിവനുമുണ്ട്. ആ ഒന്ന് രചയിതാവാണ്, നിരാകാരമാണ്. അപ്പോൾ കുട്ടികൾക്ക് സമ്പത്ത് എങ്ങനെ നൽകും? ബ്രഹ്മാവിലൂടെ സമ്പത്ത് നൽകുന്നു. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കേണ്ടതാണ്. പറയൂ, ഇത് നിങ്ങളുടെ അച്ഛൻ്റെ വീടാണ്. ഇതിനെ പറയുന്നത് രുദ്രജ്ഞാനയജ്ഞം എന്നാണ്. നമ്മൾ ബ്രാഹ്മണരാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഗീതയിലുമുണ്ടല്ലോ മന്മനാഭവ, അതായത് എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ നമ്മൾ ആ ഒരു ബാബയെ തന്നെ ഓർമ്മിക്കുന്നു. ഭക്തിമാർഗത്തിൽ പാടുന്നു, ബാബ അങ്ങ് വരുമ്പോൾ നമ്മൾ അർപ്പണമാകും, നമ്മൾ അങ്ങയുടേതാകും. നമ്മൾ ആത്മാക്കൾ ഈ ദേഹം ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ പോകും. അങ്ങയുടേതാകുമ്പോൾ തീർച്ചയായും അങ്ങയുടെ കൂടെ തന്നെ പോകും. വിവാഹ നിശ്ചയം നടത്തുമ്പോൾ വരൻ കൂടെ കൊണ്ടുപോകുമല്ലോ. ഈ ശിവൻ വരനുമാണ്. ഞാൻ നിങ്ങളെ ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവരവരുടെ പുരുഷാർത്ഥമനുസരിച്ച് പോയി രാജ്യം ഭരിക്കും. ആര് എത്ര ജ്ഞാനധനം ധാരണ ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ചെറിയ ചെറിയ കുമാരിമാരും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ തന്നെ വലിയ വലിയ വിദ്വാൻമാർക്കും പണ്ഡിതന്മാർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. താല്പര്യമുണ്ടായിരിക്കണം. മല്ലയുദ്ധം നടക്കുമ്പോൾ വലിയ വലിയ ചലഞ്ച് നൽകുന്നു. ഇന്നയാളോട് ഞാൻ യുദ്ധം ചെയ്യും. സർവീസുകളായ കുട്ടികൾ വിശ്രമത്തോടെ ഉറങ്ങാൻ പാടില്ലാത്തതാണ്. വിശ്രമം നിഷിദ്ധമാണ്. ആരെല്ലാം സ്വയം മഹാരഥിയായി മനസ്സിലാക്കുന്നു അവർ സുഖമായി ഉറങ്ങുവാൻ പാടില്ല. സർവീസിൽ ചുറ്റി സഞ്ചരിക്കേണ്ടതാണ്. ഈ കാലത്ത് ബാബ എക്സിബിഷനുകൾ ധാരാളം ഉണ്ടാക്കിച്ചുകൊണ്ടിരിക്കുന്നു.
വലിയ വ്യക്തികൾക്ക് ക്ഷണം അയച്ചു കൊടുക്കൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് വന്നുകൊള്ളും. സാധു സന്യാസിമാരോ മഹാത്മാവോ ആരുമായിക്കൊള്ളട്ടെ, ഉണർത്തിക്കൊണ്ടിരിക്കൂ. എന്നാൽ സംസാരിക്കുന്നവരായി മഹാരഥികൾ വേണം. ആർക്ക് ബാബയോട് യോഗമില്ല, സ്നേഹമില്ല, അവർ ഒഴിഞ്ഞ മേഘം പോലെയാണ്. അവർ എന്തു ചെയ്യുവാനാണ്? പഠിത്തമുള്ളവരുടെ മുന്നിൽ പഠിത്തമില്ലാത്തവർ തലകുനിക്കും എന്നത് അറിയുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന്. സർവീസ് ചെയ്ത് കാണിക്കുന്നു. അഥവാ മേഘം നിറഞ്ഞിരിക്കുകയും പെയ്യാതിരിക്കുകയുമാണെങ്കിൽ ആ മേഘം കൊണ്ട് എന്തിനു കൊള്ളാം? ഓരോരുത്തർക്കും തന്നെക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ്. വെറുതെ ദേഹാഭിമാനത്തിൻ്റെ ലഹരിയിലിരിക്കുകയാണ് എങ്കിൽ ഉയർന്ന പദവി സദാകാലത്തേക്ക് പാഴാക്കി കളയും. ബാബയ്ക്ക് സർവീസിൻ്റെ എത്ര താല്പര്യമുണ്ട്. ഗവൺമെൻറ്റിന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമുക്ക് ഹാൾ തരൂ. അവിടെ നമ്മൾ ഈ ആത്മീയ സേവനം ചെയ്ത് മനുഷ്യരെ ദേവതയാക്കി മാറ്റാം. ബാബ വന്നിരിക്കുന്നത് തന്നെ രാജയോഗം പഠിപ്പിക്കാനാണ്. എന്നാൽ യുക്തിയുക്തമായി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആരാണോ ഭാഷണം ചെയ്യാൻ അറിയാത്തവർ, അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. പദവി നേടാൻ സാധിക്കുന്നത് സർവീസ് ചെയ്യുന്നവർക്കാണ്. വലിയ വ്യക്തികൾക്ക് എഴുതണം, ഈ നോളജ് ഇല്ലാതെ ഭാരതത്തിൻ്റെയോ ലോകത്തിൻ്റെയോ മംഗളം ഉണ്ടാവുക സാധ്യമല്ല. എഡ്യൂക്കേഷനാണ് മുഖ്യം. ഈ ലക്ഷ്മി നാരായണനും എഡ്യൂക്കേഷനിലൂടെ തന്നെയാണല്ലോ പദവി നേടിയത്. പൂർവജന്മത്തിൽ രാജയോഗം പഠിച്ചിട്ടുണ്ട്. നമ്മളും ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളിൽ സ്റ്റുഡൻറ് മനസ്സിലാക്കും നമ്മൾ ഈ പരീക്ഷ എഴുതി പിന്നെ പോയി ഇതാകും എന്ന്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ നോളജ് ഈ ലോകത്തിലേക്ക് വേണ്ടിയല്ല. നിങ്ങളും പഠിക്കുന്നു ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി പ്രാപ്തി ഉണ്ടാക്കുവാൻ. അവർ പഠിപ്പിക്കുന്നത് ഈ ജന്മത്തിലെ സുഖത്തിനു വേണ്ടിയാണ്. അപ്പോൾ അതും പഠിക്കണം, അതിനോടൊപ്പം ഈ ശിക്ഷണവും പഠിക്കണം. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്പിരിച്വൽ നോളജ് എന്തിനാണ് എടുക്കേണ്ടത്? ചിത്രങ്ങൾ കൊണ്ടുപോയി മനസ്സിലാക്കിച്ചു കൊടുക്കണം. പറയൂ, നോളജ് എല്ലാവർക്കും വളരെ ആവശ്യമാണ്. എന്നാൽ കുട്ടികൾ ഇതുവരെയും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. ജോലി കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു. ബന്ധനമുക്തമാണ് എങ്കിൽ പിന്നെ സർവീസിൽ മുഴുകേണ്ടതാണ്. ശ്രീമത്തനുസരിച്ച് എല്ലാവരും നടക്കാൻ പോകുന്നവരല്ല. ഇടയിൽ മായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ചില കുട്ടികൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. എന്നാൽ നമ്മൾ പോയി വളരെ പേരുടെ മംഗളം ചെയ്യട്ടെ എന്ന ലഹരി കയറുന്നില്ല. അപ്പോൾ ബാബയും മനസ്സിലാക്കും, മുതിർന്നവരായിരിക്കെ എന്തിനാണ് ശ്വാസം മുട്ടുന്നത്? നമുക്ക് ഭാരതത്തിനെ ഉദ്ധരിക്കേണ്ടതുണ്ട് എന്ന് പറയുവാൻ സാധിക്കും. സത്യമായ സേവനം ചെയ്ത് മനുഷ്യനെ ദേവതയാക്കണം. ബാബയ്ക്കാണെങ്കിൽ അത്ഭുതം തോന്നുന്നു, ലഹരി കയറുന്നില്ല. അതിനാൽ ബാബ പറയുന്നു രജോ ബുദ്ധിയാണ്. ചാൻസ് വളരെ നല്ലതാണ്. നോളജിൻ്റെ ഗർവ് വളരെയധികമുള്ള ധാരാളം പേരുമുണ്ട്. എന്നാൽ ഡിസർവീസ് വളരെയധികം ചെയ്യുന്നു. ഇതാകട്ടെ ശർക്കരയ്ക്കും അറിയാം, ശർക്കര ചാക്കിനും അറിയാം. രാഹുവിൻ്റെ ഗ്രഹണമുണ്ടാകുന്നു. ബൃഹസ്പതി ദശ മാറി രാഹുവിൻ്റേതുണ്ടാകുന്നു. ഇപ്പോൾ നോക്കിയാൽ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ ഗ്രഹപ്പിഴയിരിക്കുന്നു, വീണു പോകുന്നു. കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം ധൈര്യശാലി ആകേണ്ടതുണ്ട്. ദൗത്യം ഏറ്റെടുക്കണം. നമ്മൾ ഈ ഭാരതത്തെ സ്വർഗവാസി ആക്കിയിട്ടേ വിടുകയുള്ളൂ. നിങ്ങളുടെ ധർമ്മമാണ് നരകവാസിയെ സ്വർഗവാസിയാക്കുക, ഭ്രഷ്ടാചാരിയെ ശ്രേഷ്ഠാചാരിയാക്കുക. ബാബ നല്ല രീതിയിൽ ലഹരി കയറ്റുന്നു. പക്ഷേ കുട്ടികളിൽ നമ്പർ വൈസായാണ് കയറുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക്
മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബന്ധനമുക്തമായി ഭാരതത്തിൻ്റെ സത്യമായ സേവനം ചെയ്യണം. ആത്മീയ സേവനം ചെയ്ത് മനുഷ്യനെ ദേവതയാക്കണം. ജ്ഞാനത്തിൻ്റെ ഗർവിൽ വരരുത്. ആത്മീയ ലഹരിയിലിരിക്കണം. നിശ്ചയബുദ്ധിയായി ആദ്യം തൻ്റെ അവസ്ഥ ഉറപ്പിക്കണം. ദേഹസഹിതം എന്തെല്ലാം കാണപ്പെടുന്നു അതിൽ നിന്നും വേർപെടുത്തി ഒരു ബാബയുമായി യോജിപ്പിക്കണം. വരദാനം: ചെയ്യുന്നതും പറയുന്നതും ഇവ രണ്ടും സമാനമാക്കി ക്വാളിറ്റിയുള്ള സേവനം ചെയ്യുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. ആദ്യം ചെയ്യണം, പിന്നെ പറയണം എന്ന അറ്റൻഷൻ സദാ ഉണ്ടായിരിക്കട്ടെ. പറയുവാൻ സഹജമാണ്, ചെയ്യുന്നതിലാണ് പ്രയത്നം ഉള്ളത്. പ്രയത്നത്തിൻ്റെ ഫലം നല്ലതായിരിക്കും. എന്നാൽ അഥവാ മറ്റുള്ളവരോട് പറയുകയും സ്വയം ചെയ്യാതിരിക്കുകയും ആണെങ്കിൽ സർവീസിനോടൊപ്പം ഡിസ്സർവീസും പ്രത്യക്ഷമാകുന്നു. ഇതുപോലെ അമൃതിലേക്ക് വിഷത്തിൻ്റെ ഒരു തുള്ളി വീണാൽ പോലും മുഴുവൻ അമൃതം വിഷമായി മാറുന്നു. അതേപോലെ എത്ര തന്നെ സർവീസ് ചെയ്താലും ചെറിയൊരു തെറ്റ് സർവീസിനെ സമാപ്തമാക്കുന്നു. അതിനാൽ ആദ്യം സ്വയം തൻ്റെ മേൽ അറ്റൻഷൻ നൽകൂ. അപ്പോൾ സത്യമായ സേവാധാരി എന്ന് പറയും. സ്ലോഗൻ: അനേകതയിൽ ഏകത കൊണ്ടുവരിക, കേടായതിനെ നേരെയാക്കുക. ഇത് ഏറ്റവും വലിയ വിശേഷതയാണ്. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെയും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രമാകൂ. എപ്പോഴാണോ അപവിത്രത, അതായത് കാമമാകുന്ന മഹാശത്രു സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും യുദ്ധം ചെയ്യാത്തത്, അപ്പോൾ ഡബിൾ അഹിംസകൻ എന്ന് പറയും. സദാ സഹോദരന്മാരാണ് എന്ന സ്മൃതി സഹജമായും സ്വതവേയും സ്മൃതി സ്വരൂപത്തിൽ നിലനിൽക്കണം. ഒരിക്കലും തൻ്റെ സമ്പൂർണ്ണ സതോപ്രധാന സ്റ്റേജിൽ നിന്നും താഴെ വീണ് തൻ്റെ ഹത്യ ചെയ്യരുത്. ആത്മാവിൻ്റെ യഥാർത്ഥ ഗുണസ്വരൂപത്തിൻ്റെയും ശക്തി സ്വരൂപത്തിൻ്റെയും സ്ഥിതിയിൽ നിന്നും താഴേക്ക് വരുന്നത്, അതായത് വിസ്മൃതം ആകുന്നതും പാപത്തിൻ്റെ കണക്കിലാണ് ശേഖരിക്കപ്പെടുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ. സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും
മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവ പ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും അകലുന്നു. പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.